പാചകവാതക പ്രതിസന്ധിയിൽ വലഞ്ഞ് തലസ്ഥാനത്തെ ഹോട്ടലുകളും തൊഴിലാളികളും. മിക്ക ഹോട്ടലുകളും ഭക്ഷണം നൽകുന്നത് ഒരു നേരമാക്കി ചുരുക്കി. വരും ദിവസങ്ങളിലും പാചകവാതകം മുടങ്ങിയാൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരത്തിലെ പ്രധാന ഹോട്ടലുകൾ. ഇതോടെ ഉപജീവനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികളും. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി നാൾക്കുനാൾ രൂക്ഷമാവുകയാണ്. ദിവസം മുഴുവൻ തുറന്നു പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളിൽ ഭൂരിഭാഗവും ഭക്ഷണം നൽകുന്നത് ഒരു നേരമാക്കി ചുരുക്കി. പലരും വിഭവങ്ങളുടെ എണ്ണം കുറച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും മറ്റു സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരും ഭക്ഷണത്തിനായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്യു ഹോട്ടലാണ്. എന്നാൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ടു പോകുന്നത്. വരും നാളുകളിലും ഗ്യാസ് സിലിണ്ടർ ലഭിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ജീവനക്കാർ. ഗ്യാസ് കിട്ടാകൊണ്ട് ഞാൻ സമയം മാറ്റി. രാവിലെ 8 മണി 11 മണിയാക്കി, രാത്രി 10 മണിയാക്കി. സമയം കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി. രാവിലേക്ക് ഇഷ്ടംപോലെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരോട് വരുന്നുണ്ട്, AGS ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്, കുറേ ബാങ്കിലുള്ളവർ വരുന്നുണ്ട്. അവർക്കെല്ലാം ബുദ്ധിമുട്ട്. രാവിലെ വന്ന് ചോദിച്ചിട്ട് പോകണം. നമുക്കിനി ഒരു 1-2 ദിവസത്തേക്ക് ഓടുന്നുള്ള ഗ്യാസും. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ അടച്ചിടേണ്ട ഒരിതാണ്. തിരുവനന്തപുരത്ത് നിരവധി ഹോട്ടലുകൾ ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അടച്ചുപൂട്ടൽ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ കഴിയുമോ എന്നതാണ് അവശേഷിക്കുന്ന ഹോട്ടലുകളും ആലോചിക്കുന്നത്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതോടെ ഉപജീവനം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളും. മിക്ക രീതിയിലും ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ജോലിക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ജോലിക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് പല രീതിയിലും. അപ്പോൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. വളരെ രൂക്ഷമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ LPG സംഭരണം ഇല്ലാത്തതാണ് രാജ്യത്ത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഹോട്ടലുകൾക്ക് പിന്നാലെ വീടുകളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ ലഭ്യതയിലും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.